ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മുതൽ മാനും കാട്ടുപന്നിയും വരെ ലഭിക്കുന്ന സാൽസ്ബർഗിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പൺ ചന്തയിലേക്കാണ്. വെൽക്കം ടു മൈ ചാനൽ, ഫോളോ മീ യൂറോപ്പ. കുറച്ച് സമയം ആയിണ്ടാവും. മീറ്റിന്റെ ടേസ്റ്റ് കൊടുക്കും. ആഴ്ചയിൽ ഒരു ദിവസം സാൽസ്ബർഗിന്റെ പല ഭാഗങ്ങളിലായി ഇതുപോലുള്ള ഓപ്പൺ മാർക്കറ്റുകൾ കാണാം. ഏകദേശം മോർണിംഗ് 6-7 മണി മുതൽ ഒരു 10-11 മണി വരെയായിരിക്കും ഇത് ഓപ്പൺ ആയിരിക്കുക. 4-5 മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു തെരുവോര കച്ചവടം. നമ്മുടെ നാട്ടിൽ കർഷകരിൽ നിന്ന് നേരിട്ട് വരുന്ന ലോക്കൽ പ്രൊഡക്ട്സിന് ഡിമാൻഡും ആവശ്യക്കാരും ഏറെയല്ലേ. അതുപോലെ തന്നെ ഇവിടെയും മറ്റും കൃഷി ചെയ്യുന്ന ലോക്കൽ ബയോ പ്രോഡക്റ്റുകളുടെ ഒരു മാർക്കറ്റാണിത്. ബയോ പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആവശ്യക്കാരും ഡിമാൻഡും ഏറെയാണ്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ വലിയ വാനുകളും ഓപ്പൺ വണ്ടികളും എല്ലാം കൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് ക്രമീകരിക്കുന്നത്. ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലേവേഴ്സ്, ചീസ് തുടങ്ങി നിരവധി ഐറ്റങ്ങൾക്ക് പുറമെ ഫ്രഷ് മീറ്റുകളും ബയോ പ്രൊഡക്റ്റുകളും, ഇതിനെല്ലാം പുറമെ വൈൽഡ് അനിമൽസുകളുടെ മീറ്റ് വരെ ഇവിടെ കിട്ടുന്നു. നമ്മൾ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും എല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ കാണാം. ഡിസംബർ അടുത്തതുകൊണ്ട് തന്നെ ഈ തവണത്തെ മാർക്കറ്റിൽ ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഐറ്റംസും എത്തിയിട്ടുണ്ട്. സാധാരണയിലും വില കൂടുതലാണെങ്കിലും ഫ്രഷ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഡിമാൻഡും ആവശ്യക്കാരും ഏറെയാണ്. ഇവിടങ്ങളിൽ പലയിടങ്ങളിലും പല ദിവസങ്ങളിലായി നമുക്ക് ഈ മാർക്കറ്റുകൾ കാണാം. ഇത് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ചങ്ങ് മാറി എല്ലാ വ്യാഴാഴ്ചകളിലും മാത്രം ഓപ്പൺ ആവുന്ന ഒരു മാർക്കറ്റാണിത്.
ഇതുപോലെ ഇത്രയും ക്യാരറ്റ് വെറൈറ്റീസ് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ കളർ വേണം എല്ലാം ഇവിടെയുണ്ട്. വിവിധ തരത്തിൽ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന ഇറച്ചികളും നമുക്ക് ഇവിടങ്ങളിൽ ലഭ്യമാണ്. ഈ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ കാട്ടിറച്ചി വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണുന്നത്. വലിയ മാനുകളുടെ കൊമ്പുകളും നമുക്ക് ഈ ഭാഗത്തായി കാണാം വിൽക്കാനായി. മറ്റെല്ലാ മീറ്റുകളെയും പോലെ തന്നെ ഇവിടെ മാനും കാട്ടുപന്നിയും വവ്വാലും തുടങ്ങി എല്ലാം ലഭിക്കുന്നതാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണ് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ മാനിറച്ചിയെല്ലാം കിട്ടുമെന്ന്. പക്ഷേ കാണുന്നത് ആദ്യമായിട്ടാണ്. നാട്ടിലെ പൈസയാണെങ്കിൽ ഏകദേശം 2000 മുതൽ 6000 രൂപ വരെയാണ് മീറ്റിൻ്റെ വെറൈറ്റി അനുസരിച്ച് ഇവർ മാനിറച്ചിക്ക് മേടിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മാനിറച്ചി. കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇത് മാൻ കുട്ടികളുടെ ഷോൾഡർ പീസുകളാണ്. അതിനിപ്പുറത്ത് മീറ്റുകൾ തനിയും ഇരിക്കുന്നുണ്ട്. പിന്നെ പരീക്ഷിച്ചു നോക്കാൻ ഞങ്ങൾ മേടിച്ചു 2 കുട്ടിമാനിൻ്റെ ലെഗ് പീസ്. അതിൻ്റെ വീഡിയോയും കുക്കിംഗ് വീഡിയോയും ചാനലിലുണ്ട്. കുറച്ച് സമയമായിണ്ടാവും. കുഴപ്പമില്ല, ഇരിക്കുന്നവർ മീറ്റിന്റെ ടേസ്റ്റ് അല്ല ശരിക്കും അതെ.
ദാ ഇവിടെ ഈ ഒരു ഏരിയ മുഴുവൻ ക്രിസ്മസിനുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. ഇത് പൂക്കളുടെ ഒരു സെക്ഷനാണ്. ഞാൻ ഇതുവരെ കാണാത്ത നിരവധി വെറൈറ്റീസ് ഞാനിവിടെ കണ്ടു. പലതിൻ്റെയും പേര് പോലും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂറോപ്യൻ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു യൂറോപ്യൻ വിശേഷവുമായി കാണുന്നവരെ ബൈ ബൈ.